US-ലൊക്കെ നമ്മളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ, പ്രത്യേകിച്ച് ഗ്രീൻ കാർഡിനൊക്കെ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ ഏകദേശം ഒരു 50-100 വർഷമൊക്കെയാണ് വെയിറ്റ് ചെയ്യേണ്ടത് എന്നിപ്പം പലർക്കും അറിയാം. എന്നാൽ കാനഡയിൽ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷനൊരു ഡിസിഷൻ എടുക്കാൻ ഏകദേശം ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഒരു 10 വർഷം സമയമെടുക്കും എന്നൊരു ഒഫീഷ്യലായിട്ടൊരു ലെറ്ററാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമാണോ? കാനഡയിലെ തന്നെ പ്രമുഖമായിട്ടുള്ളൊരു മീഡിയ ചാനലാണ് ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാനഡയെക്കുറിച്ച് പറയുമ്പോൾ പല നിരൂക്ഷമായിട്ട് വിമർശിക്കുന്ന ഒരു കാര്യമാണ്. കാനഡയിൽ ഇഷ്ടം പോലെ ഒരു റെഫ്യൂജി അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ ബേസിസിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർക്ക് PR കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒരു 20-30 ലക്ഷം മുടക്കി കാനഡയിലെ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഒരു വർക്ക് പെർമിറ്റോ അല്ലെങ്കിൽ PR കൊടുക്കാനോ ഗവൺമെൻറ് ഡിസിഷൻ എടുക്കാനോ ഒത്തിരി സമയമെടുക്കുന്നു. മാത്രമല്ല PR ഒന്നും അങ്ങനെ ഈസി ആയിട്ട് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ റെഫ്യൂജി കാറ്റഗറിയിലൊക്കെ വന്നിട്ടുള്ള എല്ലാവർക്കും PR കിട്ടുമെന്നാണ് പലരും വിചാരിക്കുന്നതെങ്കിലും അങ്ങനെയൊന്നും അല്ല അതിൻ്റെ നിജസ്ഥിതി എന്ന് പറയുന്നത്. They're one of thousands of families trying to build new lives here in Canada, but are now facing unprecedented processing times that have reached a shocking new high. Ottawa is a world away from Kyiv, where the Kushkos used to live before fleeing the war in Ukraine in 2023. The family applied for permanent residence this summer under Canada's humanitarian and compassionate program. Their youngest son has autism and found great supports at his Ottawa school, and they're ready to settle. But this month, they saw updated processing times posted online that left them stunned. ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു റെഫ്യൂജിയായിട്ട് ഉക്രൈൻ്റെ വാറൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കാനഡയിലെത്തിയ അവരൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതാണ്. അതായത് ഏകദേശം 2 വർഷം മുമ്പാണ് ഒരു ഹ്യൂമാനിറ്റേറിയൻ ബേസിസിൽ അവരൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത്. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്കറിയാം കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടാവും എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ഏകദേശം ഒരു 2-3 മാസം മുമ്പ് അവർക്കൊരു ഒഫീഷ്യലായിട്ട് ഗവൺമെൻറ് ഭാഗത്തുനിന്നൊരു ലെറ്റർ വന്നിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാൻ ഏകദേശം 10 വർഷം എടുക്കുമെന്നുള്ളത്. ആ ലെറ്റർ കിട്ടിയ ഉടനെ അവരാദ്യം വിചാരിച്ച് അതൊരു തെറ്റായിട്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഭാഗത്തുനിന്നൊരു അറിയാതെ ഒരു മിസ്റ്റേക്ക് വന്നതാണ് എന്നൊക്കെയാണ് അവരാദ്യം വിചാരിച്ചത്. അതിനുശേഷം ഗവൺമെൻറ് ഒഫീഷ്യലിനോട് നേരിട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു ലെറ്റർ കിട്ടി, ഏകദേശം 10 വർഷം ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാൻ എടുക്കുമെന്നൊരു ലെറ്റർ കിട്ടി, ഇതെന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് പറഞ്ഞേക്കുന്നത് ആ ലെറ്ററിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് അതാണ് സത്യം, അതൊരു മിസ്റ്റേക്ക് അല്ല എന്നുള്ളതാണ്. For people like the Kushkos who submitted a humanitarian application recently, the wait time is now more than 10 years. She said it was around 2 years when they first applied. Kushko is not the only one in disbelief. We hope it's a glitch in the system. My clients are fully panicked, We're shocked. If this is true, if these processing times are accurate, it's shocking. But the new immigration minister's transition document, published this May, reveals an even darker reality for new applicants, with estimated wait times for the humanitarian stream skyrocketing up to 50 years, and other economic pathways with queues upward of 35, 19, and 9 years. This lawyer points to the Liberals' border security bills. Should they pass, they would grant the minister the power to cancel applications in queue en masse. And the government thus has the choice to either process all these or cancel them. And I think it is becoming increasingly likely that, definitely I think for the business category, more likely maybe than H&C that they'll cancel. ഈ ന്യൂസ് അറിഞ്ഞ ഉടനെ തന്നെ കാനഡയിലെ പ്രമുഖമായിട്ടുള്ളൊരു മീഡിയ ചാനൽ ഡയറക്റ്റ് മിനിസ്ട്രിയിലോട്ട് വിളിക്കുകയാണ് ചെയ്തത്. അതായത് ഇമിഗ്രേഷൻ മിനിസ്റ്ററിനെ ഡയറക്റ്റ് വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഒരു 10 വർഷം പ്രോസസ്സിങ് ടൈം എടുക്കുമെന്ന് പറഞ്ഞിട്ട് ലെറ്റർ കിട്ടിയതെന്നുള്ളത്. അതിന് ഉത്തരമായിട്ട് അവർ പറഞ്ഞൊരു ഓഡിയോ ക്ലിപ്പ് ഇവിടെ പുറത്തു വന്നിട്ടുണ്ട്. Well, we can't presuppose any future policy decisions, but what I can tell you, we are looking to be as transparent as possible when we share our numbers. We made a commitment to Canadians to restore our immigration system to balance, and the steps that we're taking are designed to do just that. And in a statement, Immigration, Refugees and Citizenship Canada explained how it calculated these lengthy wait times. It's based on the number of applications received and the number of people they're willing to approve. That number has significantly decreased in the past year. അതായത് ഗവൺമെൻറ് പറയുന്നത് അവർ ഇപ്പോൾ ഇമിഗ്രേഷനിലുണ്ടായേക്കുന്ന ഇഷ്ടം പോലെ ബാക്ക്ലോഗും അതേപോലെ ഇഷ്ടം പോലെ ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്തവർക്കെല്ലാം പെട്ടെന്ന് തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഗവൺമെൻറ് അതൊരു ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എത്ര ആപ്ലിക്കേഷനാണോ ഒരു കാറ്റഗറിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്, എന്നാൽ ഗവൺമെൻറ് എത്ര പേരെയാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിനനുസരിച്ചായിട്ടായിരിക്കും അവർക്ക് ഓരോരുത്തർക്കും ഇത്ര നാൾ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു ലെറ്റർ വരുന്നത്. അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് ഏതൊരു കാറ്റഗറിയിലും ഗവൺമെൻറ് ഇപ്പോൾ
ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു PR കൊടുക്കാൻ, ഒരു വർഷം PR കൊടുക്കാൻ അവർ ഉദ്ദേശിക്കുന്ന ഒരു 3 ലക്ഷം പേർക്കാണെങ്കിൽ ഏകദേശം ഒരു 10, 15, 20 ലക്ഷത്തിൻ്റെ ആപ്ലിക്കേഷനാണ് ഗവൺമെൻറ്റിനുള്ളത്. അപ്പോൾ 20 പേർക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു വ്യക്തമായിട്ടൊരു ഉത്തരം കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ പ്രോസസ്സിംഗ് ടൈം മാക്സിമം കൂട്ടിയിട്ട് ഉള്ളൊരു പ്രോസസ്സിംഗ് ടൈം അവർക്ക് കൊടുത്തേക്കുന്നത്. കാരണം അവർക്ക് ആകെ വേണ്ടിയത് വെറും ചെറിയ നമ്പറിൽ മാത്രവും, എന്നാൽ ഹ്യൂജ് വോളിയത്തിലുള്ള ആപ്ലിക്കേഷനാണ് ഗവൺമെൻറ്റിന് കിട്ടിയേക്കുന്നത്. IRCC told CBC the Kushko's wait time is what the website says, approximately 10 years. With their work permits expiring in a few months, they're worried about what comes next. We don't have a place where to return, where to move, and our children happy here. If we will not get permanent residence, result they will not have future that they deserve. ഇതുകൂടാതെ തന്നെയാണ് ഗവൺമെൻറ് ഈ അടുത്തിടയ്ക്ക് ഒരു C-12 എന്ന് പറഞ്ഞൊരു ബില്ല് പാസ്സാക്കിയത്. അതിൽ പ്രകാരം ഒരു സെറ്റ് ഓഫ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നവരുടെ എല്ലാം ഒരു രാത്രി കൊണ്ട് തന്നെ ആ ആപ്ലിക്കേഷൻ മുഴുവൻ വെബ്സൈറ്റിൽ നിന്ന് അപ്രത്യക്ഷമാക്കാനുള്ളൊരു ബില്ലാണ് അവർ പാസ്സാക്കിയേക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണോ ഈ ഒരു 10 വർഷത്തെ ഒരു വെയിറ്റിംഗ് ടൈം വന്നത് എന്ന് ഒരു ന്യൂസ് റിപ്പോർട്ടർ ഗവൺമെൻറ്റിനോട് ചോദിച്ചപ്പോൾ അതും ഇതുമായിട്ടൊരു ബന്ധമില്ല. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നവർക്ക് എസ്റ്റിമേറ്റഡ് വെയിറ്റ് ടൈം എന്നുള്ളതിൻ്റെ ഉത്തരമായിട്ട് അവർ ഏറ്റവും ഒരു കറക്റ്റായിട്ടുള്ളൊരു നമ്പർ, അതായത് ഗവൺമെൻറ്റിന് വേണ്ടി ആപ്ലിക്കേഷൻ്റെക്കാളും കൂടുതൽ ആപ്ലിക്കൻസ് ഉള്ളതുകൊണ്ട് ആ വെയിറ്റിംഗ് ടൈം ഗവൺമെൻറ് ആ വെബ്സൈറ്റിൽ കൂടെ അവർ പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഇതുകൂടാതെ തന്നെ കാനഡയിലെ എമിഗ്രേഷൻ മിനിസ്റ്റർ പറഞ്ഞത് ഇനി ഫ്യൂച്ചറിൽ അവർ ഉണ്ടാക്കാൻ പോകുന്ന പോളിസികളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നിപ്പോൾ പറയാൻ അവർക്ക് സാധ്യമല്ല. അങ്ങനെയുള്ളൊരു പ്രോസസ്സിങ് സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ ഒരു പ്രോസസ്സിങ് ടൈം എന്ന് പറയുന്നത് ഒരു 10 വർഷം എന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആക്കാൻ വേണ്ടി, അതായത് ആൾക്കാരുടെ ഇടയിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ നമ്പർ കൊടുത്തേക്കുന്നത്. അതായത് ഏകദേശം അതിൻ്റെ അടുത്ത് തന്നെ സമയമെടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി അവിടെ ഇരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ഡിസിഷൻ, അതായത് തിരിച്ച് നാട്ടിലേക്ക് പോകണമെങ്കിൽ പോകാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു രീതിയിൽ ആപ്ലിക്കേഷൻസ് റീസബ്മിറ്റ് ചെയ്യാനും ഒക്കെ ഒരു ഓപ്ഷന് വേണ്ടിയാണ് കൃത്യമായിട്ടുള്ള എസ്റ്റിമേറ്റഡ് ടൈം അവരിപ്പോൾ പ്രഖ്യാപിച്ചത് എന്നൂടെ എമിഗ്രേഷൻ മിനിസ്റ്റർ ഇതിൻ്റെ കൂടെ അവർ കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഇപ്പോൾ കാനഡയിലെ ഒരു ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് റെഫ്യൂജി സ്റ്റാറ്റസിൽ ഒരു PR കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 2025 കോട്ട ഏകദേശം 1500 പേർക്കാണ്. അതേസമയം അതിൽ തന്നെ അവർ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവരുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 55,000 പേരോളം ഉണ്ട്. ഇത്രയധികം ആൾക്കാരും അത് ചെറിയ നമ്പറിലുള്ള ആൾക്കാർക്ക് മാത്രമേ PR കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഏകദേശം ഒരു 10 വർഷം എന്ന് പറഞ്ഞൊരു വെയിറ്റിംഗ് ടൈം അവരിപ്പം പ്രഖ്യാപിച്ചത്. എന്നാൽ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നിട്ടുള്ളവർ, ഇപ്പോൾ വർക്ക് പെർമിറ്റിലൊക്കെ നിൽക്കുന്നവർ ആപ്ലിക്കേഷൻ എത്രയാണ് സബ്മിറ്റ് ചെയ്തത് എന്നുള്ളത് നമുക്കെല്ലാം ഊഹിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഏകദേശം ഒരു 20-25 ലക്ഷം ആൾക്കാരാണ് അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ കാനഡയിലെ ഒരു PR സ്റ്റാറ്റസ് ഇല്ലാതെ തന്നെ ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുള്ളപ്പോൾ ഓരോ വർഷത്തെ കോട്ട എന്ന് പറയുന്നത് ഓരോ വർഷം കഴിയും തോറും ആ കോട്ടയുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു 2,90,000 ഉണ്ടായിരുന്നത് അത് 2,70,000, 65,000 ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ എസ്റ്റിമേറ്റഡ് വെയിറ്റ് ടൈം എത്ര എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ നമ്മളെല്ലാം അറിയാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ വരുന്ന മുറയ്ക്ക് ആ ഇൻഫർമേഷൻ എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.